2013 പുറത്തിറങ്ങിയ റിതേഷ് ബത്ര സംവിധാനം ചെയ്ത ഒരു ഹൃദയസ്പർശിയായ ഹിന്ദി സിനിമയാണ് ദി ലഞ്ച് ബോക്സ്. മുംബൈയിലെ പ്രശസ്തമായ ഡബ്ബാവാല അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ഡെലിവറി സംവിധാനത്തിൽ തെറ്റായ ഒരു ലഞ്ച് ബോക്സ് ഡെലിവറി വഴി വികസിക്കുന്ന ഒരു അതുല്യവും അസാധാരണവുമായ ബന്ധത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. ഇർഫാൻ ഖാൻ അവതരിപ്പിച്ച ഏകാന്തവും വൈകാരികവുമായ ഓഫീസ് ജീവനക്കാരനായ സാജൻ ഫെർണാണ്ടസും നിമ്രത് കൗർ അവതരിപ്പിക്കുന്ന ഭർത്താവിനാൽ അവഗണിക്കപ്പെട്ട വീട്ടമ്മയായ ഇലയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. നിസ്സംഗനായ തന്റെ ഭർത്താവിനായി കരുതി വച്ചിരുന്ന ഇലയുടെ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഉച്ചഭക്ഷണം തെറ്റായി സാജന്റെ കയ്യിൽ എത്തിച്ചേരുന്നതോടെയാണ് കഥ വികസിക്കുന്നത്. लंच कैसा लगा? बहुत अच्छा था. बस अच्छा ही था. वो आलू को भी बनाया था ना. आंटी डब्बा किसी और को चला गया लगता है. Play in front of this door again. I'll chase you down the street. ലഞ്ച് ബോക്സുകൾ തമ്മിൽ മാറിപ്പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഇല അടുത്ത ദിവസത്തെ ഉച്ചഭക്ഷണത്തിൽ ഒരു കുറിപ്പ് ഉൾപ്പെടുത്തുന്നു. ഇത് രണ്ട് അപരിചിതർക്കിടയിൽ സൂക്ഷ്മമായതും എന്നാൽ രൂക്ഷവുമായ കത്തുകളുടെ കൈമാറ്റത്തിന് കാരണമാകുന്നു. कल खाली डब्बा भेजने के लिए आपका शुक्रिया. आज भेज रही हूँ पनीर, मेरे हस्बैंड का फेवरेट. इला. क्या लिखा पढ़? Dear Ila, the food was very salty today. क्या? ना थैंक यू ना नमस्ते. തിരക്കേറിയ തെരുവുകൾ, ലോക്കൽ ട്രെയിനുകൾ, അസാധാരണമായ ഈ ബന്ധത്തിന്റെ പശ്ചാത്തലം രൂപപ്പെടുത്തുന്ന ഡബ്ബാവാല സമ്പ്രദായം എന്നിവയ്ക്കൊപ്പം മുംബൈയിലെ നഗരജീവിതത്തിന്റെ സാരാംശം ഈ സിനിമ മനോഹരമായി പകർത്തുന്നു. സാജനും ഇലയും കയ്യെഴുത്ത് കുറിപ്പുകളിലൂടെ അവരുടെ ചിന്തകളും വികാരങ്ങളും പങ്കിടുമ്പോൾ എല്ലാ വെല്ലുവിളികൾക്കിടയിലും സാന്ത്വനവും സഹവാസവും പ്രദാനം ചെയ്യുന്ന ഒരു ബോണ്ട് അവർക്കിടയിൽ രൂപപ്പെടുന്നു. हस्बैंड कल रात बहुत देर से आए. वो कुछ नहीं बोले. Dear Ila, things are never as bad as they seem. ദി ലഞ്ച് ബോക്സ് അതിന്റെ സിംപ്ലിസിറ്റി കൊണ്ടും ഒതന്റിസിറ്റി കൊണ്ടും അതിലെ പ്രധാന അഭിനേതാക്കളുടെ സൂക്ഷ്മമായ പ്രകടനം കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ വ്യത്യസ്തത പുലർത്തുന്നു. ഏകാന്തത, മനുഷ്യബന്ധം, അപരിചിതരെ ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ജീവിതത്തിന്റെ അപ്രതീക്ഷിത വഴികൾ എന്നിവയുടെ പ്രമേയങ്ങൾ ഈ സിനിമ പരിവേഷണം ചെയ്യുന്നു. क्या बात है सर, आज तो बड़े खिल रहे हैं. और मेरी अम्मी हमेशा कहा करती थी कि कभी कभी गलत ट्रेन भी सही जगह पहुंचा देती है.